പിണക്കത്തിനു ശേഷം പിണങ്ങാനുള്ള കാരണങ്ങൾ തേടിപ്പോയാൽ വഷളാകേണ്ടി വരും, സമൂഹത്തിൽ നാണം കെടേണ്ടി വരും. അതിനുദാഹരണമാണ് ഫിഖുൽ മുയസ്സർ. ഷജറുകൾക്ക് അറിയാനിട്ടല്ല ഈ പ്രശ്നം വലിയ അപകടമാണെന്ന്. കാരണം ഇപ്പൊ പഠിക്കുന്ന കിതാബല്ല എത്ര പ്രശ്നം, 1997 പഠിപ്പിച്ച കിതാബാണ് എത്ര പ്രശ്നം. എത്ര രസാവഹമായ വിചിത്രമായ വാദം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, 2000 ശേഷമാണല്ലോ ഈ CIC സംവിധാനം, വാഫി സംവിധാനം നിലവിൽ വരുന്നത്. അപ്പൊ 2000 ശേഷമുള്ള പ്രശ്നങ്ങളിലല്ലേ വാഫിയും CICയും ഉത്തരവാദിത്വം ഉണ്ടാവുക? 1997 ഈ മർക്കസിൽ പഠിപ്പിച്ചിരുന്ന കിതാബുകളോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റമോ മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിലും അവിടെ നേതൃത്വത്തിലുമായിരുന്നു. അതിനർത്ഥം അവരെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്, അപലപിക്കുന്നത്? നിങ്ങൾ ഓർത്തു നോക്കൂ, 2004 ജനുവരി 27 മഹാനായ ചെറുശ്ശേരി ഉസ്താദും അസ്ഹരി തങ്ങളും അടങ്ങുന്ന സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ വാഫി സംവിധാനത്തിലെ സിസ്റ്റത്തിലെ സിലബസിനെ പരിശോധിച്ച് തിരുത്തുകൾ വേണ്ടതും നിർദ്ദേശങ്ങളും ഒക്കെ സമർപ്പിച്ചതിന്റെ ലെറ്റർ പേഡ് ഇന്നും അവൈലബിൾ ആണ്. ആ പണ്ഡിതന്മാരും ആ തീരുമാനം അന്നത്തെ മുഷാവറയേക്കാൾ ഇന്നത്തെ മുഷാവറയുടെ തീരുമാനമാണ് ശരി, അന്ന് തെറ്റായിരുന്നു എന്നാണോ നിങ്ങൾ പറയാൻ സമർത്ഥിക്കുന്നത്? നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് ചോദിക്കണം, നിങ്ങൾ പറയുന്നതിൽ എത്രമാത്രം നേരും നെറിവുമുണ്ട് എന്ന്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. അതിനുശേഷമല്ലേ ഹമീദ് ഫൈസി അമലക്കടവിന്റെ മകളും മകനും ഈ സംവിധാനത്തിൽ പഠിച്ചത്. അവർക്ക് എന്ത് വഹാബിയത്താണ് കിട്ടിയിട്ടുള്ളത്? അവരാരെങ്കിലും തറാവീഹ് ഹട്ടാണോ നിസ്കരിക്കുന്നത്? അതിനുശേഷമല്ലേ മഹാനായ വാക്കൂട് ഉസ്താദിന്റെ മകൻ ഇതിൽ പഠിക്കുന്നത്? അതിനുശേഷമല്ലേ ഒട്ടനവധി മുഷാവറ അംഗങ്ങളുടെ നേതാക്കൾ ഇതിൽ പഠിക്കുന്നത്? ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് നടന്ന സനദ്ദാന സംഗമത്തിലല്ലേ MT ഉസ്താദിന്റെ മകൾ ഈ സംവിധാനത്തിന്റെ സനദ് സ്വീകരിക്കുന്നത്? വഹാബിയത്തിന്റെ സനദായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാസാത്വികനായ സൂഫിവര്യനായ ഇരുത്തം എന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ ജീവിതാവസാനം വരെ വഫിയ സംവിധാനം നടത്തി വഹാബി സംവിധാനത്തിന് ചൂട്ടുപിടിക്കുകയായിരുന്നു എന്നാണോ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? നുണകൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ സമുദായത്തോടും താൻ പുലർത്തുന്ന, താൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോടും വഞ്ചനയാണോ ചെയ്യുന്നതെന്ന് സ്വന്തത്തിലേക്ക് വിചിന്തനം നടത്താൻ, വിലയിരുത്താൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. നുണകൾ കൊണ്ട് നിങ്ങൾ ചീട്ടുകൊട്ടാരം പടിഞ്ഞാലും, നുണകൾ കൊണ്ട് നിങ്ങൾ ഇരുട്ട് വെളിച്ചത്തെ മറക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിനെ മറച്ചുവെക്കാൻ ഒരു കാലത്തും എത്ര ജന്മം ജനിച്ചാലും സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു.